الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله فتزودوا فإن خير الزاد التقوى واتقوني يا أولي الألباب. ആദരണീയരായ സത്യവിശ്വാസികൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വെള്ളിയാഴ്ചയിലെ നിർബന്ധ ജുമാ ഖുത്ബയിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളെല്ലാം ഇസ്ലാം കാര്യങ്ങൾ വിശദീകരിച്ചു വന്നിരുന്നു. അതിൽ അഞ്ചാമത്തെ ഹജ്ജിനെ കുറിച്ച് മാത്രമാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇസ്ലാമിൻ്റെ 5 തൂണുകളിൽ അഞ്ചാമത്തതായിട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണീട്ടുള്ള ഹജ്ജിൻ്റെ ചൈതന്യം, അതിൻ്റെ ആത്മാവ് മനസ്സിലാക്കണമെങ്കിൽ നാം എന്തിനാണ് ഹജ്ജ് ചെയ്യുന്നത് എന്നും എവിടേക്കാണ് ഹജ്ജിന് പോകുന്നത് എന്നും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നുമൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ ഹജ്ജിൻ്റെ ആത്മാവ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, അവർ ജീവിതത്തിൽ നേടിയെടുക്കുന്ന ഏറ്റവും വലിയ നേട്ടം മഗ്ഫിറത്തും മിനല്ലാഹി വരിദ്വാൻ, അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തിയും പാപമോചനവുമാണ്. ജീവിതത്തിൽ ഒരു മനുഷ്യൻ നേടിയെടുക്കുന്ന ഏറ്റവും വലിയ നേട്ടം അള്ളാഹുവിൻ്റെ തൃപ്തിയും അവന്റെ അടുക്കൽ നിന്നുള്ള പാപമോചനവുമാണ്. ജീവിതത്തിൽ മനുഷ്യൻ അവന്റെ ദേഹേച്ഛയ്ക്ക് അടിമപ്പെട്ടുകൊണ്ട് സമ്പത്തിനോടുള്ള താല്പര്യം കാരണം ഭൗതിക ലോകത്തിന്റെ പളപളപ്പ് കണ്ടുകൊണ്ടൊക്കെ ഒരുപാട് അബദ്ധങ്ങളിലും വീഴ്ചകളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലുള്ള ഒരു ടേണിംഗ് പോയിന്റായിട്ട് അള്ളാഹു നിശ്ചയിക്കുന്നതാണ് ഹജ്ജ് എന്ന് പറയുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു. ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുമ്പുള്ള അവന്റെ ജീവിതത്തിലുള്ള എല്ലാ പാപങ്ങളും അതോടുകൂടി പൊറുക്കപ്പെടും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചാൽ അതിനു മുമ്പേ അവൻ എന്തൊക്കെ വേണ്ടായത്തരങ്ങളും കൊള്ളരുതായ്മകളും ചെയ്തിട്ടുണ്ടോ അതൊക്കെ അവന് പൊറുക്കപ്പെടും. അതുപോലെ തന്നെ ഹിജ്റ ഒരു പ്രദേശത്ത് നിന്ന്
മറ്റൊരു പ്രദേശത്തേക്ക് അവിടെ ജീവിക്കാൻ സാധിക്കാത്ത കാരണം കൊണ്ട് ഒരാൾക്ക് ഹിജറ പോകേണ്ടി വന്നാൽ ആ ഹിജറ അതിനു മുമ്പുള്ള എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. എല്ലാം ഒന്നും അള്ളാഹു ചോദ്യം ചെയ്യാത്ത നിലയ്ക്ക് പൊറുക്കപ്പെടും. അതുപോലെ തന്നെ ഒരാൾ ഹജ്ജ് നിർവഹിച്ചാൽ, ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട് ഹജ്ജ് നിർവഹിച്ചാൽ അതിന് മുമ്പെയുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുക്കും എന്നാണ്. അപ്പോ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ എന്താണ് ഹജ്ജ്, എന്തിനാണ് അത് ചെയ്യുന്നത്, എവിടേക്കാണ് നാം പോകുന്നത്, എന്തൊക്കെ കർമ്മങ്ങളാണ് നാം ചെയ്യുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ ഈ രൂപത്തിൽ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വീകാര്യയോഗ്യമായ ഒരു ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. അതുവരെ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുക. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർബന്ധമായ ഒരു കർമ്മമാണ് ഹജ്ജ് കർമ്മം. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. ഒരാൾക്ക് സാധിക്കുന്നവൻ അഥവാ കഅബാലയത്തിൽ പോയി തിരിച്ചു വരാൻ സാധിക്കുന്ന സാമ്പത്തിക ശേഷിയുള്ള ഒരാൾക്ക്, അവിടെ പോയി തിരിച്ചു വരാൻ മാത്രം സാമ്പത്തിക ശേഷിയുള്ള ഒരാൾക്ക് ഹജ്ജ് കർമ്മം അള്ളാഹുവിനോടുള്ള ബാധ്യതയായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത്. ജനങ്ങളുടെ ബാധ്യതയാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഹജ്ജ് നിർവഹിക്കുക എന്നത്, അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് നിർവഹിക്കുക എന്നത്. മൻ ഇസ്തതാഅ ഇലൈഹി സബീല, അതിന് സാധിക്കുന്ന ആളുകൾക്ക് എന്ന്. അപ്പൊ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർബന്ധമായ ഒരു കർമ്മമാണ് ഹജ്ജ് കർമ്മം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കഅബാലയം പടുത്തുയർത്തി. കഅബാലയത്തിന്റെ പണി കഴിഞ്ഞ ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു കൽപ്പിച്ചു, ജനങ്ങളോട് ഹജ്ജിന് വിളംബരം ചെയ്യുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയത്തിന്റെ തൊട്ടടുക്കലുള്ള ജബൽ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ കയറിക്കൊണ്ട് ജനങ്ങളോട് ഹജ്ജിന് വിളംബരം ചെയ്തു. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല എന്ന് ഹജ്ജിന് വിളംബരം ചെയ്തു. അങ്ങനെ ഹജ്ജിന് വിളംബരം ചെയ്ത ആ കാലഘട്ടം മുതൽ ഇന്നേ വരെ ആ ഹജ്ജ് കർമ്മം ഏതെങ്കിലും ഒരു വർഷത്തിൽ നിലച്ചു പോയതായിട്ട് ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടില്ല. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹജ്ജിന് വിളംബരം ചെയ്ത കാലം മുതൽ പിന്നീട് അവിടെ ഹജ്ജ് കർമ്മം നിലച്ചു പോയതായിട്ട് ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളംബര പ്രകാരം നിർവഹിക്കപ്പെട്ടിട്ടുള്ള ആ ഹജ്ജ് കർമ്മം, അതിൽ ഒരുപക്ഷെ പല നിലക്കുള്ള വിശ്വാസ വൈകല്യങ്ങളും കർമ്മത്തിലുള്ള വൈകല്യങ്ങളും ഒക്കെ മുശ്രിക്കുകളുടെ കാലഘട്ടത്തിൽ, മുശ്രിക്കുകൾ ജീവിച്ച പത്രത്തിന്റെ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഹജ്ജ് കർമ്മം നിലച്ചു പോയതായി ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടില്ല. ഏതായിരുന്നാലും ആ പ്രദേശത്തിന്റെ മഹത്വം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ മക്കത്ത യൗമ ഖൽഖിസ് സമാവാതി വൽ അർള്. ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം മുതൽ അള്ളാഹു പവിത്രമായി പ്രഖ്യാപിച്ച പ്രദേശമാണ് അത് എന്നാണ്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഇന്ന റബ്ബക യഖ്ലുഖു മാ യശാഉ വയഖ്താർ. തീർച്ചയായും നിന്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു, അവൻ ഉദ്ദേശിച്ചതിനെ പവിത്രമായി തെരഞ്ഞെടുക്കുന്നു. ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അള്ളാഹു തെരഞ്ഞെടുത്തു വെള്ളിയാഴ്ച ദിവസം. മാസങ്ങളിൽ ഏറ്റവും പവിത്രമായ മാസത്തെ അള്ളാഹു തെരഞ്ഞെടുത്തു. അതുപോലെ തന്നെ സൃഷ്ടികളിൽ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ആളുകളെയും ശ്രേഷ്ഠന്മാരെയും അള്ളാഹു തെരഞ്ഞെടുത്തു. അതുപോലെ തന്നെ സ്ഥലങ്ങളെയും അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠമായി തെരഞ്ഞെടുത്തു. അങ്ങനെ അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം മുതൽ അള്ളാഹു പവിത്രമായി പ്രഖ്യാപിച്ച സ്ഥലമാണ് കഅബയിൽ സ്ഥിതി ചെയ്യുന്ന ആ ഹറമ മക്ക, മക്കയെ പവിത്രമാക്കിയത് മക്ക പ്രദേശം എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുപോലെ തന്നെ ആ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കഅബ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക വഹുദൽ ലിൽ ആലമീൻ. ഇന്ന അവ്വല ബൈത്തിൻ, ലോകത്തെ ഏറ്റവും ആദ്യം നിർമ്മിക്കപ്പെട്ട ഭവനം, ലല്ലദീ ബിബക്കത മുബാറക, അത് അനുഗ്രഹീതമായ മക്കയിലുള്ളതാണ്.
ഇന്ന അവ്വല ബൈത്തിൻ ബുനിയ ലിന്നാസി വല്ലദീ ബിബക്കത മുബാറകതൻ വഹുദൽ ലിൽ ആലമീൻ, അത് ലോകർക്ക് ഹിദായത്താണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അപ്പം ആ കഅബാലയം എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ല പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണി കഴിപ്പിച്ചതല്ല മക്ക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്തത് ആ കഅബാലയം അതിന്റെ അസ്ഥിവാരത്തിൽ നിന്ന് പടുത്തുയർത്തുക മാത്രമാണ്. കഅബാലയം അതിന് മുമ്പേ അവിടെ ഉണ്ട് എന്നത് ഖുർആനിൽ തന്നെ കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പിഞ്ചു മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം അത് ചെറിയ പൈതലായിരുന്ന സമയത്ത് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഹാജറിനെയും താമസിപ്പിച്ചതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. റബ്ബി രക്ഷിതാവേ, ഇന്നി അസ്കൻതു മിൻ ദുർരിയതി, എൻ്റെ സന്തതിയെയും ഭാര്യയെയും ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു. എന്റെ സന്തതിയെ ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു എന്നാണ് ആ ഉദ്ദേശത്തിന് ഭാര്യയും കൂടിയാണ്. അപ്പൊ ഇന്നി അസ്കന്തു മിൻ ദുർരിയതി ബിവാദിൻ, ഒരു താഴ്വരയിൽ ഗൈരി ദീ സറഇൻ, കൃഷിയില്ലാത്ത വിജനമായ ഒരു താഴ്വരയിൽ ഇൻദ ബൈതിക്കൽ മുഹറം, നിന്റെ പവിത്രമായ ബൈത്തിനടുക്കൽ. അന്നവിടെ ബൈത്തിൽ ഇല്ല, പക്ഷെ അതിന്റെ സ്ഥാനം അവിടെ ഉണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാം തന്റെ കൈപിടിച്ച് നടക്കാൻ മാത്രം പ്രായവും പക്വതയും എത്തിയ ആ കാലഘട്ടത്തിലാണ് ആ കഅബാലയം പടുത്തുയർത്തിയിട്ടുള്ളത്. പക്ഷേ പിഞ്ചു പൈതലായിരുന്ന സമയത്ത് ഭാര്യയെയും ആ കുഞ്ഞിനെയും താമസിപ്പിച്ചതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആൻ പറഞ്ഞത് ഇൻദ ബൈതിക്കൽ മുഹറം, നിന്റെ പവിത്രമായ ആ ഭവനത്തിനടുക്കലാണ് ഞാൻ അവരെ താമസിപ്പിച്ചിരിക്കുന്നത് എന്നാണ്. അതുപോലെ തന്നെ കഅബാലയത്തിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞ ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലും ഇത് ആശയം നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ഭവനത്തെ അതിന്റെ അസ്ഥിവാരത്തിൽ നിന്ന് പടുത്തുയർത്തിയപ്പോൾ എന്നാ പറഞ്ഞ ഖുർആൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിന്റെ അസ്ഥിവാരത്തിൽ നിന്ന് പടുത്തുയർത്തിയപ്പോൾ റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബേ ഞങ്ങളിൽ നിന്ന് ഈ കർമ്മം നീ സ്വീകരിക്കണമേ, ഇന്നക അൻതസ് സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ആ ആയത്തിലും പറയുന്നത് അതിന്റെ അസ്ഥിവാരത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടുത്തുയർത്തി എന്നാണ്. നമുക്ക് കാണാൻ സാധിക്കും തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ഈ ആയത്തിനെ വിശദീകരിച്ചെടുത്ത് ആദം നബി അലൈഹിസ്സലാം മലക്കുകളാൽ സ്ഥാനം നിർണയിക്കപ്പെട്ടുകൊണ്ട് സ്ഥാപിച്ചിട്ടുള്ള ഈ ഭൂമിയിലെ ആദ്യത്തെ ഭവനം, അള്ളാഹു ആദ്യം മനുഷ്യൻ ഉണ്ടാക്കുന്ന ബിൽഡിംഗ് ഈ ഭൂമിയിൽ, അതാണ് കഅബാലയം എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇന്ന അവ്വല ബൈത്തിൻ ബുനിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക എന്ന ആയത്തിൽ പറഞ്ഞത്. അപ്പോൾ ഈ ഭൂമിയിൽ ഏറ്റവും ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ബിൽഡിംഗ് ഭവനം അത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയുള്ള കഅബാലയമാണ്. അത് മഹാനായ ആദം നബി അലൈഹിസ്സലാം മലക്കുകളാൽ സ്ഥാനം നിർണയിക്കപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരിൽ അധിക അമ്പിയാക്കന്മാരുടെയും പാദസ്പർശം ഏറ്റിട്ടുള്ള പവിത്രമായ പ്രദേശമാണ് അത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജ 8-ാം വർഷം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 10,000-ഓളം സഹാബികളുമായി പോയി കഅബാലയം മക്ക വിജയിച്ചടക്കി. തൊട്ടടുത്ത ദുൽഹിജ്ജ 9-ാമത്തെ വർഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഹജ്ജിന് പറഞ്ഞയക്കുകയും അവിടെ നഗ്നരായിക്കൊണ്ട് തവാഫ് ചെയ്തിരുന്നതൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന തൽബിയത്തിൽ അവർ മാറ്റം വരുത്തിയത് തിരുത്തിക്കൊണ്ട് അവര് തൽബിയത്ത് ചൊല്ലിയിരുന്നത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം നിനക്കൊരു പങ്കുകാരുമില്ല, നീ ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക, നീ ഉടമപ്പെടുത്തിയ എല്ലാ കഴിവും അധീനതയും നീ നൽകിയ ചില പങ്കുകാരൊഴികെ മറ്റൊരു പങ്കുകാരുമില്ല എന്നായിരുന്നു മുശ്രിക്കുകൾ തൽബിയത്ത് ചൊല്ലിയിരുന്നത്. ഇവർ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഹജ്ജ് കർമ്മത്തിന് പറഞ്ഞയച്ചുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തൽബിയത്ത് തിരുത്താൻ വേണ്ടി പറഞ്ഞു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക എന്ന് തിരുത്തി. അതുപോലെ തന്നെ നഗ്നരായിക്കൊണ്ട് തവാഫ് ചെയ്യുന്നത് നിർത്തിക്കൊണ്ട് ആ വർഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിച്ചു. തൊട്ടടുത്ത വർഷം ഹിജ്റ 10-ാം വർഷം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് കർമ്മത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് എന്നിൽ
എന്നിൽ നിന്ന് നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പിൽ നിന്ന് ഹജ്ജ് കർമ്മം നിർവഹിച്ച് കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ, അതിന്റെ ദിവസങ്ങളിലോ അതിന്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങളിലോ ഒന്നും മുസ്ലിം സമുദായത്തിൽ ഒരു കൃത്യമായ ഒരു അഭിപ്രായ വ്യത്യാസം കാണാൻ നമുക്ക് സാധ്യമല്ല. അത് നിസ്കാരത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തതുപോലെ തന്നെ നമസ്കാരം എപ്പോൾ റുക്കൂ ചെയ്യണം, എപ്പോൾ ഇഅ്തിദാൽ വേണം, എപ്പോൾ സുജൂദ് വേണം എന്നത് മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തതുപോലെ തന്നെ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങളിലോ അതിന്റെ ദിവസങ്ങളിലോ ഒന്നും തന്നെ മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ നിന്ന് നിസ്കരിച്ച് അങ്ങോട്ട് കാണിച്ചു കൊടുത്തതാണ്. ഞാൻ നിസ്കരിക്കുന്നത് പോലെ നിങ്ങൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഹജ്ജിന്റെ കർമ്മങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പിൽ നിന്ന് കർമ്മങ്ങൾ കാണിച്ചു കൊടുത്തു. എന്നിട്ട് മദീനയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഓരോ താഴ്വരയിലെത്തുമ്പോഴും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിൽ പറയും, ഇതാ ഈ താഴ്വരയിലൂടെയാണ് മഹാനായ യൂനുസ് ഇബ്നു മത്താ കടന്നു വന്നിട്ടുള്ളത്, ഈ താഴ്വരയിലൂടെയാണ് മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാം കടന്നു വന്നിട്ടുള്ളത്, ഈ താഴ്വരയിലൂടെയാണ് മഹാനായ ഈസ ഇബ്നു മറിയം അലൈഹി ഇസ്ലാം കടന്നു വന്നിട്ടുള്ളത് എന്നിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരിൽ അധിക അമ്പിയാക്കന്മാരുടെയും പാദസ്പർശമേറ്റ പവിത്രമായ മണ്ണ്. അപ്പൊ അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം തന്നെ പവിത്രമാക്കിയ പ്രദേശം, ലോകത്ത് ഏറ്റവും ആദ്യം മലക്കുകളെ സ്ഥാനം നിർണയിക്കപ്പെട്ടുകൊണ്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള കഅബാലയം, ആ കഅബാലയത്തിലേക്കാണ് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി വിശ്വാസികൾ പോകുന്നത്. ജീവിതത്തിൽ അതേവരെ അബദ്ധസഞ്ചാരം നടത്തിയവൻ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ആവശ്യമാണ്, മഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിന്റെ തൃപ്തിയും പാപമോചനവും നേടിയെടുക്കേണ്ടതുണ്ട് എന്ന ഒരൊറ്റ നിയ്യത്തോടു കൂടി ഹജ്ജിന് ഉദ്ദേശിച്ചുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി ലോകത്തുള്ള വിശ്വാസികൾ പോകുന്നത് അങ്ങോട്ടാണ്. എന്നിട്ട് അവിടെ പോയിട്ട് നിർവഹിക്കുന്ന കർമ്മങ്ങൾ അബുൽ അംബിയ, അംബിയാക്കന്മാരുടെ പിതാവ് എന്നറിയപ്പെടുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള കടുത്ത പരീക്ഷണങ്ങളും ത്യാഗങ്ങളും അത് പ്രായോഗികമായി ആവർത്തിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ജീവിതത്തിൽ എന്തും എന്ത് കൽപ്പിച്ചാലും അള്ളാഹുവിന്റെ മുമ്പിൽ ബലി കഴിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന പ്രഖ്യാപനമാണല്ലോ ഈ മകനെ ബലി അറുക്കാൻ കൽപ്പിച്ചപ്പോൾ അതിന് തയ്യാറായത്. മകനെ ബലി അറുക്കണമെന്ന് കൽപ്പിച്ചു എന്നതല്ലാതെ അങ്ങനെ ചെയ്തില്ല, അത് ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു, അത് മറ്റൊരു യാഥാർത്ഥ്യം. പക്ഷേ അവിടെ നമുക്ക് പഠിപ്പിക്കുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, സ്വന്തം മകനെ ബലി അറുക്കണമെന്ന് അള്ളാഹു കൽപ്പിക്കുമ്പോൾ ആ കൽപ്പനക്ക്, അള്ളാഹുവിന്റെ കൽപ്പനക്ക് ശിരസ വഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന വിനയാന്വിതനായ ഒരു അടിമയുടെ പ്രഖ്യാപനമാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ കുഞ്ഞിനെയും കൈപിടിച്ച് പോകുന്നു, മിനയിലേക്ക് ആ കുഞ്ഞിനെ ചരിച്ചു കിടത്തുന്നു. ആ സമയത്ത് മനുഷ്യനെ അറുക്കാൻ പാടില്ല എന്ന കൽപ്പന സന്ദേശം എന്നുള്ള നിലയ്ക്ക്, യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുഅ്യാ, ഇബ്രാഹിമേ താങ്കളോട് കൽപ്പിക്കപ്പെട്ടത് താങ്കൾ സത്യപ്പെടുത്തിയിരിക്കുന്നു, മനുഷ്യനെ അറക്കാൻ പാടില്ല എന്നാ പഠിപ്പിച്ചത്, അറക്കണം എന്നല്ല പഠിപ്പിച്ചത്. അപ്പൊ അവിടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം, അള്ളാഹുവിന്റെ കൽപ്പനക്ക് മുമ്പിൽ എന്തും ത്യജിക്കാൻ തയ്യാറാവണം മനുഷ്യൻ. അത് ഒരു പ്രായോഗികമായി ആവർത്തിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഉമ്മയായ ഹാജറ ബീവി അലൈഹിസ്സലാം, അവര് ജീവിതത്തിൽ നെട്ടോട്ടമോടുകയാണ്. ഒരു ഉമ്മാക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് അവരുടെ കുഞ്ഞ് പ്രയാസപ്പെടുമ്പോഴാണ്. അതും വിശപ്പും ദാഹവും കാരണം പ്രയാസപ്പെടുമ്പോൾ വെള്ളത്തിന് വേണ്ടി നെട്ടോട്ടമോടുകയാണ്. അങ്ങോട്ടോടുന്നു, കുന്നിന്റെ മുകളിൽ കയറുന്നു, നാല് ഭാഗത്തും നോക്കുന്നു, വല്ല ആളുകളുമുണ്ടോ, വല്ല നീരുറവകളുമുണ്ടോ, എന്നിട്ട് വീണ്ടും തൊട്ടടുത്ത പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുന്നു, ചുറ്റുപാടും നോക്കുന്നു. നമ്മൾ വിലപ്പെട്ട ഒരു സാധനം നഷ്ടപ്പെട്ടു പോയാൽ തെരഞ്ഞോണ്ടിരിക്കും എന്ന പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഹാജറ ബീവി രണ്ട് കുന്നുകൾക്കിടയിൽ. അവസാനം അവിടെ സംസം വരുന്നു. അത് നമ്മൾ പ്രായോഗികമായി ആവർത്തിക്കുന്നു. ഇങ്ങനെ ആ ജീവിതത്തിൽ നെട്ടോട്ടം ഓടേണ്ടി വരുമ്പോൾ അവിടെ ക്ഷമ അവലംബിക്കാൻ, അതുപോലെ തന്നെ ജീവിതം മുഴുവൻ അള്ളാഹുവിന്റെ മുമ്പിൽ, കൽപ്പനക്ക് മുമ്പിൽ, അള്ളാഹുവിന്റെ കൽപ്പന മുമ്പിൽ എന്തും ബലിയർപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെയും കുടുംബത്തെയും അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രായോഗികമായ കർമ്മങ്ങളാണ് യഥാർത്ഥത്തിൽ അവിടെ പോയിട്ട് നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ആത്മാർത്ഥമായി കൊണ്ട് പുണ്യം എന്നുള്ള നിലക്ക്, മബ്റൂറായ ഹജ്ജ് എന്നുള്ള നിലക്ക് ചെയ്താൽ അതിനു മുമ്പ് ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളെക്കുറിച്ചും നമ്മൾ കൃത്യമായി അന്വേഷിക്കുകയും പഠിക്കുകയും വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യണം. അള്ളാഹു അങ്ങനെ ദീനിനെ യഥാവിധി മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ കീഴൊതുക്കി ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ.
അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. എല്ലാ ഹജ്ജ് കാലങ്ങളിലും നമ്മൾ കേട്ട് ശീലിച്ച പ്രവാചക തിരുമേനിയുടെ ഒരു ഹദീസുണ്ട്. മൻ ഹജ്ജ ഹാദൽ ബൈത്ത്, ഈ കഅബാലയത്തിലേക്ക് വന്ന ആരെങ്കിലും ഹജ്ജ് നിർവഹിച്ചാൽ ഫലം യർഫുസ് വലം യഫ്സുഖ്, അധർമ്മമായ ഒന്നും ചെയ്തില്ല, അതുപോലെ തന്നെ അനാവശ്യമായ ഒരു കാര്യങ്ങളും ചെയ്തില്ല, ആ നിലയ്ക്ക് ഹജ്ജ് നിർവഹിച്ചാൽ ഖറജ മിൻ ദുനൂബിഹി, അവൻ ഹജ്ജ് കർമ്മം നിർവഹിച്ചുകൊണ്ട് അവൻ മടങ്ങുന്നത് കയൗമിൻ വലദത്തുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ പരിശുദ്ധനായിക്കൊണ്ടാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ നമുക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഫീഹി ഹുദല്ലിൽ ആലമീൻ എന്ന് പറഞ്ഞല്ലോ, ലോകർക്ക് ദൃഷ്ടാന്തമാണ് എന്ന്. നമ്മുടെ പല പ്രദേശങ്ങളിലൊക്കെ ഒരു 500-1000 ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവം നടന്നിട്ട് അവിടത്തെ അടിയും പിടിയും കച്ചറയും എത്ര ഉണ്ടാവും ചോദിച്ചാൽ മതി. അതേ സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന തിങ്ങി നിറയുന്ന, പരസ്പരം കാലിൽ കയറിക്കൊണ്ട് നടക്കുന്ന അവസ്ഥ പോലും ഉണ്ടായാൽ പോലും ഒന്ന് തുറപ്പിച്ച് നോക്കുക പോലും ചെയ്യാത്ത ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അത് വിശ്വാസം കൊണ്ട് പാകപ്പെടുത്ത മനസ്സുകൾ അങ്ങനെ പാകപ്പെടുത്തിയെടുത്ത നിലക്കാണ് അവിടേക്ക് പോകുന്നത്. അങ്ങനെ ഒരു അനാവശ്യവും ചെയ്യാതെ, ഒരു വേണ്ടാത്തരവും ചെയ്യാതെ ഹജ്ജ് കർമ്മം നിർവഹിച്ചാൽ അവൻ മടങ്ങുന്നത് ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെയാണ്. പോകുമ്പോൾ തന്നെ ഞാൻ ഒന്നാം ഖുത്ബയിൽ സൂചിപ്പിച്ചല്ലോ, മഗ്ഫിറത്തും മിനല്ലാഹി വരിദ്വാൻ, അള്ളാഹുവിന്റെ പ്രീതി നേടിയെടുക്കണം. ഇതുവരെ ഞാൻ അള്ളാഹുവിൽ നിന്ന് കുറെ അകന്നു പോയിട്ടുണ്ട്, എനിക്ക് പാപമോചനം നേടിയെടുക്കണം, എന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കണം. ഈ ഒരു നിയ്യത്തോടു കൂടിയാണ് പോകുമ്പോൾ തന്നെ റസൂലുള്ളാഹി അൽ ഹജ്ജുൽ മബ്റൂർ എന്നാ പറഞ്ഞത്. സുഹൃതം നിറഞ്ഞൊരു ഹജ്ജ് ജന്ന, അതിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്നാ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാം, അൽ ഹജ്ജു അശ്ഹുറുൻ മഅലൂമാത്ത്, നിർണിതമായ മാസങ്ങളിലാണ് ഹജ്ജ്. ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ, അതിലാരെങ്കിലും ഹജ്ജ് നിർബന്ധമാക്കിയാൽ ഫലാ റഫസ, അവൻ അനാവശ്യമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, ഭാര്യ ഭർത്തൃ ബന്ധം സ്ഥാപിക്കാൻ പാടില്ല, വലാ ഫുസൂഖ, ഒരു അധർമ്മവും ചെയ്യാൻ പാടില്ല, വലാ ജിദാല ബിൽ ഹജ്ജ്, ഒരു തർക്കവും നടത്താൻ പാടില്ല, ഒരു നിലക്കുള്ള തർക്കവും ശണ്ടയും നടത്താൻ പാടില്ല. എന്നിട്ട് വമാ തഫ്അലു മിൻ ഖൈരിൻ യഅലമുഹു, നിങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മകളും അല്ലാഹുവിന് അറിയാം. ഫതസബ്ബതു, നിങ്ങൾ യാത്രാ ഭക്ഷണം ഒരുക്കുക, യാത്രാ ഭക്ഷണം. അപ്പൊ നമ്മൾ ആദ്യം യാത്രാ ഭക്ഷണം ഒരുക്കും ഇവിടുന്ന്. എന്നിട്ട് അള്ളാന്റെ റസൂൽ പറയാം, ഫഇന്ന ഖൈറസ് സാദി, അള്ളാഹു പറയണം, ഫഇന്ന ഖൈറസ് സാദി തഖ്വ, ഒരുക്കുന്ന യാത്രാ ഭക്ഷണത്തിൽ ഏറ്റവും ഉത്തമമായത് തഖ്വയാകുന്നു. പോകാൻ ഒരുങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇവിടുന്ന് പരസ്പരം ആരോടെങ്കിലും വാക്കുകൾ കൊണ്ട് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട്, ഓർമ്മയുള്ളതൊക്കെ പരമാവധി ബന്ധപ്പെട്ട് അങ്ങനെ തൃപ്തിപ്പെടാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ സാമ്പത്തികമായ ഇടപാടുകളൊക്കെ തീർത്തുകൊണ്ട്, അങ്ങനെ ഒരു ഇവിടുന്ന് തന്നെ ഒന്ന് മനസ്സ് ക്ലിയർ ആക്കിയാണ് പോവുക. അതാ ഒരുക്കുന്ന യാത്രാ ഭക്ഷണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് തത്വയാകുന്ന യാത്രാ ഭക്ഷണമാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുന്ന് തന്നെ ഒന്ന് ആ പാപമോചനം നേടിയെടുക്കണം, തൃപ്തി നേടിയെടുക്കണം എന്ന നിയ്യത്തോടു കൂടി ഒരുങ്ങി അങ്ങോട്ട് പോവുകയാണ് ചെയ്യാം. അതുകൊണ്ടാണ് ഈ ഇടപാടുകളൊക്കെ തീർക്കുന്നതും എല്ലാവരും തൃപ്തിപ്പെടുത്തുന്നതും ഒക്കെ. പരമാവധി ആളുകളുമായിട്ട് തെറ്റിപ്പ് നിൽക്കുന്നവരോടൊക്കെ നന്നാവുകയും, അങ്ങനെ ആരോടെങ്കിലും അനിഷ്ടകരമായതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പൊരുത്തപ്പെടുകയും ചെയ്തുകൊണ്ടാണ് പോകുക. അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാട് തീർത്തുകൊണ്ട് അങ്ങനെ ഹജ്ജ് കർമ്മം അവിടെ ഈ പറഞ്ഞ രൂപത്തിൽ ഈ കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് ആത്മാർത്ഥമായി ഓരോ കർമ്മങ്ങളും അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കിക്കൊണ്ട് നിർവഹിച്ച് തിരിച്ചു വരുമ്പോൾ ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ പരിശുദ്ധനായി തീരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുമ്പോൾ, ഇത് പിന്നെ നമ്മുടെ സമൂഹത്തിലെ ഒരു ധാരണയുണ്ട്. ഒന്ന്, എല്ലാ ബാധ്യതകളും നിർവഹിച്ച ശേഷം വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കേണ്ടത്. അങ്ങനെയല്ല. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, വമൻ അറാദൽ ഹജ്ജ ഫൽയതഹജ്ജൽ, നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് ഹജ്ജ് ഉദ്ദേശിക്കുന്നെങ്കിൽ വളരെ പെട്ടെന്ന് ധൃതി കൂട്ടി ചെയ്യണമെന്നാണ്. നമ്മൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിയ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും കഴിയുന്നതിനനുസരിച്ച് അവന്റെ മഹത്വവും ദർജയും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ കാഫിറിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് അവന് ശിക്ഷയും നിന്ദ്യതയും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എത്ര പെട്ടെന്ന്
പെട്ടെന്ന് അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ പറ്റും അത്രയും പെട്ടെന്ന് നിർവഹിക്കുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാർദ്ധക്യത്തിന് ആവാൻ കാത്തിക്കേണ്ടതില്ല. ഇനിയും കുറെ കുതിരകാലത്ത് കാഴ്ച നടന്നിട്ട് പിന്നെ അവസാന കാലത്തേക്ക് ചെയ്യാം എന്നൊരാൾ തീരുമാനിക്കരുത്. ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് വളരെ പെട്ടെന്ന് ചെയ്യണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. അതുകൊണ്ടാണ് ആ നിലയ്ക്ക് ഈ കർമ്മം നമ്മൾ ഇതിന്റെ മഹത്വം മനസ്സിലാക്കുകയും ചെയ്യാൻ സാധിക്കുന്ന ആളുകളൊക്കെയും അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നിരന്തരം അള്ളാഹുവിനോട് അതിനുള്ള തൗഫീഖിന് വേണ്ടി അത്തരം ഒരു കർമ്മം നിർവഹിക്കാനുള്ള തൗഫീഖിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുക. അള്ളാഹുവാണ് വലിയവൻ, എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു തരുന്നവൻ. നമ്മൾ മനസ്സിലാക്കിയ രൂപത്തിൽ ഒരു ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ദീനിന്റെ യഥാവിധി മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമുർ റഹീമിനായ റബ്ബേ, കഴിഞ്ഞ കാല ജീവിതത്തിൽ ഞങ്ങളിൽ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരണ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും നീ പാപമോചനം നൽകണ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവർക്കും നീ പാപമോചനം നൽകുകയും ഞങ്ങളെ ഏവരെയും നീ ഈമാനോടുകൂടി മരിപ്പിക്കുകയും ചെയ്യുന്ന റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരും നീ യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിക്കണ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, മരണപ്പെടുന്നവരെ ഈമാനോടും തൗബയോടും കൂടി നീ മരിപ്പിക്കണ തമ്പുരാനെ. റഹ്മാനായ റബ്ബെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകൾ അവരുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണ റബ്ബെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണ റഹ്മാനെ. അർഹമുർ റഹീമിനായ റബ്ബെ, ഞങ്ങൾക്ക് ഏവർക്കും നീ രണ്ട് ലോകത്തും ജീവിത വിജയം നൽകണ തമ്പുരാനെ. പടച്ചവനെ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്ത് രക്ഷിക്കണ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ പല നിലക്കുള്ള പരീക്ഷണങ്ങൾ നേരിടുന്ന ആളുകളുടെ എല്ലാ പരീക്ഷണങ്ങളെയും നീ നീക്കിത്തന്ന തമ്പുരാനെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗത്തിന് നീ ശിഫ നൽകണ റഹ്മാനെ. സാമ്പത്തികവും ജോലി സംബന്ധവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നാദാ, ആ പ്രയാസങ്ങളെ നീ നീക്കിത്തന്ന തമ്പുരാനെ. അള്ളാഹുവെ, എല്ലാ പരീക്ഷണ ഘട്ടങ്ങളിലും ഈമാൻ മുറുകെ പിടിക്കാൻ ആവശ്യമായ ഈമാനികമായ കരുത്ത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യണ റഹ്മാനെ. പടച്ചവനെ, വിശ്വാസികൾക്ക് ശാന്തമായി ജീവിക്കാവുന്ന ഒരു അന്തരീക്ഷം ഞങ്ങളുടെ നാട്ടിലും ലോകത്തും നീ ഒരുക്കി തരുന്ന തമ്പുരാനെ. പടച്ചവനെ, വിശ്വാസികളെ നശിപ്പിക്കാൻ വേണ്ടി കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എല്ലാ കുതന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തുന്ന റഹ്മാനെ. വിശ്വാസികൾക്ക് നീ ഇസ്സത്ത് വർദ്ധിപ്പിച്ച് നൽകണ തമ്പുരാനെ. ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ ഇസ്ലാമിന്റെ ഇസ്സത്ത് വർദ്ധിക്കുന്ന രൂപത്തിൽ അവർക്ക് വിശ്വാസികൾക്ക് അനുകൂലമാക്കി തീർക്കണ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.